ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുക്കാതെ ഇതിനൊരു തീരുമാനമാവില്ല. അതങ്ങനെ ഒരു നാഴി വേറൊരു നാഴിക്കകത്ത് ഇറങ്ങില്ലല്ലോ. അതാരാ? യശോദി, വല്ല കാശ് കൊടുക്കാനുള്ളവരാണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് മന്ത്രിയെ കാണാൻ പോയേക്കാന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടെ. അയ്യോ അച്ഛൻ വരുന്നു. മാമനോ? എണീക്കട. ആ മാമ കേറിയിരിക്കും. മാമ അച്ഛാ ചായ എടുക്കട്ടെ? ഒന്നും വേണ്ട. നിന്റെ അമ്മയോട് ഇറങ്ങാൻ പറയും. ഇനി ഞാൻ വന്നില്ല വിളിച്ചില്ല അതൊന്നും പറയാൻ നിൽക്കരുത്. അമ്മേ, അപ്പച്ചി, അമ്മേ, അച്ഛൻ വന്നു. അപ്പച്ചി, അമ്മേ, അച്ഛൻ വന്ന് വിളിക്കുന്നു. ആര്? എപ്പ വിളിച്ചു? ഞാനൊന്നും കേട്ടില്ലല്ലോ. അപ്പച്ചി ഇവിടെ ഇരുന്ന് അങ്ങനെ കേൾക്കും. അപ്പച്ചി ഒന്ന് പുറത്തേക്ക് വാ. എന്നെ ഇവിടെ വന്ന് വിളിക്കാതെ ഞാൻ പുറത്തോട്ട് വരില്ല. ആ മുഖത്ത് നോക്കി 3-4 ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. എനിക്കതിന് ഉത്തരം വേണം. ആ ഇതിപ്പോ ഞങ്ങളുടെ പാർട്ടിയിലെ സീറ്റ് ചർച്ച പോലെ ആയല്ലോ. അപ്പച്ചി, വിളിക്കാനായിട്ട് മാമൻ ഇവിടം വരെ വന്നില്ലേ? അപ്പൊ പിന്നെ കൂടെ ചെന്നൂടെ? അപ്പച്ചി പിടിച്ചെടുത്ത് തന്നെ കാര്യങ്ങൾ നടന്നില്ലേ? ആ അപ്പോ ഒറ്റ ദിവസം കൊണ്ട് നിനക്കൊക്കെ ഞാൻ ശല്യമായി. ഇപ്പൊ നിനക്കൊക്കെ എന്നെ എങ്ങനെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടണം. ഓ അയ്യോ, ഞാൻ മനസ്സിൽ പോലും ആലോചിക്കാത്ത കാര്യ. ശരി അപ്പച്ചി പോണ്ട. ആ വന്നിരിക്കുന്ന ആളോട് ഞാൻ എന്തു മറുപടി പറയണം? ഞാൻ ചോദിച്ച 2-3 കാര്യങ്ങളുണ്ട്. അതിന് കൃത്യമായി മറുപടി കിട്ടാതെ ഞാൻ വരുന്നില്ലെന്ന് പോയി പറയണം. ആ ശരി, അപ്പച്ചി ഇവിടെ ഇരുന്നോ. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്കമ്മേ. അച്ഛൻ വന്നില്ലേ? അമ്മ ചെല്ല്. അമ്മേ, അച്ഛൻ വന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ വരുന്നില്ലെന്ന് പോയി പറയ്. എനിക്ക് പേടിയാ. കൊല്ലാനാണോ വളർത്താനാണോ എന്ന് ആർക്കറിയാം. അമ്മേ, അച്ഛൻ വിളിക്കാൻ വന്നില്ലേ? അപ്പൊ അമ്മ ജയിച്ചില്ലേ? മാറിപ്പോടാ. നീ അങ്ങേരുടെ ചാരനല്ലേ? മാറങ്ങോട്ട്. അമ്മേ വാമേ പോവാം. വെറുതെ വാശി പിടിക്കാൻ നിൽക്കണ്ട. ഞാൻ വരുന്നില്ല. നീയൊക്കെ ഇവിടെ ഇറങ്ങി പോയേ. അമ്മേ, അമ്മേ, അച്ഛൻ വന്ന് വിളിച്ചില്ല അമ്മേ. അമ്മ പറഞ്ഞോളൂ അച്ഛൻ ചെയ്തില്ലേ? പിന്നെ അമ്മ അച്ഛനോട് ഇങ്ങനെ വാശി കാണിക്കുന്നേ? അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പറയുന്ന കേക്കമ്മേ. അതെ, എന്നോടെന്തോ ചോദിക്കാനുണ്ടെന്ന് കേട്ടു. ചോദ്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഉത്തരം ഞാനങ്ങ് പറഞ്ഞേക്കാം. ചാരുവിനോടുള്ള എന്റെ ഇഷ്ടത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അതെന്റെ കടമയാ. അത് അംഗീകരിക്കാൻ പറ്റെങ്കിൽ മാത്രം വന്നാ മതി. കണ്ടോ, ഞാൻ വരണമെന്നുള്ള ഒരു ചിന്തയില്ല. ചാരു കഴിഞ്ഞിട്ട് ഞാൻ. അതെന്തായാലും നടക്കില്ല. ഒന്നുകിൽ അവള് അല്ലെങ്കിൽ ഞാൻ. അത് മതി ഇനി അങ്ങോട്ടുള്ള ജീവിതത്തില്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ദേ 1 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യും. വരുന്നെങ്കിൽ വരാം. അമ്മേ, അച്ഛൻ്റെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മിനിറ്റ് അല്ല കേട്ടോ. നിന്റെ അമ്മയ്ക്കൊന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അച്ഛാ, എടി, അങ്ങനെ ശരീരം മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ മനസ്സ് വന്നിട്ടില്ല. ഞാൻ വരുന്നില്ലെന്ന് നീ പോയി പറയ്. ഞങ്ങൾ തമ്മിൽ ചേരില്ലടി. അമ്മ വരുന്നില്ലല്ലോ. അതെ, ഞാൻ പോയെന്ന് പറഞ്ഞേക്കാം. അമ്മേ, അച്ഛൻ പോവാണേ. അപ്പച്ചി, മാമ അമ്മേ, പോവാണേ. വേഗം പൊക്കോ. അയ്യോ, അതെ, എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നീ എടുത്തോണ്ട് വന്നേക്ക്. അപ്പച്ചി വാ. ആ ബെസ്റ്റ്. പോയി. അതെ, മക്കള് പറഞ്ഞതൊന്നും കേട്ടില്ലെന്ന് വേണ്ട.